നിൽക്കണ്ട, നിങ്ങളവരുടെ ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല. മുൻപോട്ടൊന്ന് നീങ്ങ്, സ്ഥലമൊന്നും മാറുക. കാരണം നിങ്ങളിപ്പോൾ നിൽക്കുന്ന സാഹചര്യം ചിലപ്പോൾ ഒരുപക്ഷെ കർത്താവിനെ അറിയാൻ തടസ്സമായേക്കാം. പല ആളുകളും ജോലിക്കും ഹോസ്റ്റലിലും ഒക്കെ പോയപ്പോഴായിരിക്കും കർത്താവിനെ കൂടുതൽ അറിഞ്ഞത്. എന്നാൽ ചില ആളുകൾ വീണ്ടും മുന്നോട്ട് ഓടേണ്ടി വരുന്നുണ്ട്, വീണ്ടും അല്പം കൂടെ മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. യേശുവിനെ കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് സക്കായി ഓടിയെന്നാണ് പറയുന്നത്. അല്പം കൂടെ ഒന്ന് വേഗം കൂട്ടിക്കാൻ, അല്പം കൂടെ ഒന്ന് കൂടുതൽ ദ്രുതഗതിയിൽ അവൻ ഓടുകയാണ്. യേശുവിനെ കാണണം. നമ്മുടെയൊക്കെ ആഗ്രഹം അതായിരിക്കട്ടെ, എനിക്ക് യേശുവിനെ കാണണം. അതിനേക്കാളെല്ലാം വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയും ഇന്നല്ലെങ്കിൽ നാളെ നിത്യതയിൽ എനിക്ക് എൻ്റെ യേശുവിനെ കാണാമെന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓട്ടം ഓടി തികയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കൊണ്ട് നമ്മുടെ ഓട്ടം തീരുന്നില്ല. അങ്ങനെ ഓടി തികച്ചു കഴിയുമ്പോഴാണ് പൗലോസിനെ പോലെ പറഞ്ഞത്, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓട്ടം ഓടി തികയ്ക്കണം. നമ്മുടെ ആഗ്രഹം കർത്താവിനെ മുഖാമുഖം കാണണം, യേശുവിനെ മുഖാമുഖം കാണണം, നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണണം. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിലേക്ക് നിറയുമ്പോഴാണ് നമ്മുടെ കാലുകൾക്ക് വേഗം കൂടുന്നത്, നമ്മുടെ ആത്മീക ജീവിതത്തിന് മാറ്റം ഉണ്ടാകുന്നത്.